ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള ചെടീൻ്റെ വിത്താണ് കേട്ടോ. ഇന്നലെ ടൗണിൽ പോയപ്പോൾ ഞാൻ കുറച്ച് ചെടീൻ്റെ വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ ചായ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ പെറ്റൂണിയൻ്റെ വിത്ത് കാണുന്നുണ്ട്. ഇത് അവിടെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പെറ്റൂണിയക്ക് വിത്ത് ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും നട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ തൈ വാങ്ങിയിട്ടാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഓൺലൈനിലൊക്കെ തൈ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ്. പിന്നെ നമ്മുടെ നാട്ടിലൊന്നാണെങ്കിൽ ഇപ്പോൾ അത് കാണുന്നില്ല, അടുത്തൊന്നും എവിടെയും ഞാനത് കുറേ ആയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വിത്ത് ഇങ്ങനെ കാണുന്നു, അതൊന്ന് വാങ്ങിയിട്ട് നട്ടു വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ വിത്താണെങ്കിൽ കുഞ്ഞ് നമ്മുടെ 10 മണി ചെടീൻ്റെയൊക്കെ വിത്തില്ലേ, അതുപോലത്തെ ആണ്. ഇതവർ കളക്ട് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേ. കുഞ്ഞ് ചായപ്പൊടി പോലെയൊക്കെ തോന്നുന്നു, അത്രയും ചെറുതാണ്. അപ്പോൾ ഇതാ ഇത്തിരി ഉള്ളൂ കേട്ടോ. ഒരുപാട് വിത്തുണ്ട്. ഇത് ഇത്തിരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിത്തുണ്ട് കേട്ടോ. ഇതെങ്ങാനും ഉണ്ടായി കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും തൈകൾ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് കൗതുകത്തോടെ കാണിക്കുന്ന കണ്ടിട്ട് മൂപ്പറയിൽ നിന്ന് ഉള്ളി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സെക്യൂറായിട്ട് നല്ല കവറിലൊക്കെ നല്ല പാക്കിംഗ് ആയിട്ടൊക്കെയാണ് ഉള്ളത് കേട്ടോ. അതിന് പാക്കറ്റിന് 30 രൂപ. അയാൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നല്ല കിളന്ന് കിടക്കുന്ന മണ്ണിൻ്റെ മുകളിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് നനച്ചാൽ മാത്രം മതി. വിത്തിൻ്റെ മുകളിൽ മണ്ണിടാൻ പാടില്ല, അത്രയും ചെറിയ തൈകളായിരിക്കും. അപ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുകളിൽ മണ്ണിടണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുപോലെ ഞാൻ ഇത് നടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇത് വേറെ വാങ്ങിയിട്ടുള്ളത് സീനിക, ജമന്തി, പിന്നെ മറ്റേ കാശിത്തുമ്പ, പിന്നെ വെള്ള മുളകിൻ്റെ വിത്തും വാങ്ങിയിട്ടുണ്ട്. ഈ സീനികേൻ്റെ ചെടീൻ്റെ വിത്ത് ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചെടിയും വിത്തൊക്കെ കൂടെ. അപ്പോൾ അത് ബസ്സിൽ വെച്ച് ഞങ്ങളോട് മറന്നുപോയി കേട്ടോ. നല്ല കളറ് ചെടിയൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഞങ്ങളോട് അത് ബസ്സിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ അതൊക്കെ നട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ നിത്യവഴുതനേൻ്റെ വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമ്മുടെ കയ്പേൻ്റെ കവറിൽ നട്ടു കൊടുക്കുന്നുണ്ട്. ആ ഒരു പന്തലിൽ തന്നെ ചേർക്കാമെന്ന് വിചാരിച്ചു.